കയ്യിലിടുന്ന ഒരു കോൺട്രാസെപ്ഷൻ ഫാമിലി പ്ലാനിങ് മെത്തേഡ് കേൾക്കുന്നുണ്ട്. ഇംപ്ലാന്റ് ആണ്. യെസ്, ഐ ആം ഡോക്ടർ ലിസമ്മ ജോസഫ്, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പി സർജൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് സെക്സോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെൻറ്റർ, കൊച്ചി. പുതിയൊരു മെത്തേഡാണ്. കോൺട്രാസെപ്ഷൻ എല്ലാവർക്കും അറിയാം. ടാബ്ലറ്റ് ഉണ്ട്, കോപ്പർട്ടി ഉണ്ട്, റിംഗ് ഉണ്ട്, സോ മെനി ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള കോൺട്രാസെപ്ഷൻ ഉണ്ട്, കോണ്ടം ഉണ്ട്. സോ മെനി മെത്തേഡ്സ് ആർ ദെയർ ഫോർ ടെമ്പററി കോൺട്രാസെപ്ഷൻ ആൻഡ് ഓൾസോ പെർമനൻറ്റ് കോൺട്രാസെപ്ഷൻ. ഇപ്പം ഞാൻ ഇന്നിവിടെ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ന്യൂ മെത്തേഡാണ്. ഇംപ്ലാന്റോൺ എന്ന് പറയും. ഇംപ്ലാന്റോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഒരു 5 സെൻറ്റിമീറ്റർ റോഡ് നമ്മുടെ കയ്യിൽ ഇവിടെയാണ് ഇടുന്നത്. ഇങ്ങനെ അതൊരു ഹോർമോണാണ്, പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് ഫീഡിങ് മദറിന് കൊടുക്കാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അബോർഷൻ നമുക്ക് ഇടാൻ പറ്റും. മെൻസസിൻ്റെ 7th ഡേയിൽ ഇടാൻ പറ്റും. ഡെലിവറി കഴിഞ്ഞ് ഒരു 20 ദിവസം ആകുമ്പോൾ ഇടാൻ പറ്റും. മറ്റുള്ള കോൺട്രാസെപ്ഷനാണെങ്കിൽ കോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ നമ്മൾ മിക്കവാറും കൊടുത്തനെ അബോർഷൻ കഴിഞ്ഞില്ല, എങ്കിലും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ലേറ്റ് ആയിട്ടാണ്. അത് ഡെലിവറി കഴിഞ്ഞാലും ലേറ്റ് ആയിട്ടാണ് കോപ്പർട്ടി ഇടുന്നത്. ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. നമ്മൾ ഒരു ഇത് ചെയ്യുന്നത് പ്ലാന്റോൺ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, 5 സെൻറ്റിമീറ്റർ റോഡുണ്ട്. അത് വാങ്ങിച്ചിട്ട് ഗൈനക്കോളജിസ്റ്റ് ഇവിടെ ഒരു ചെറിയ ലോക്കൽ തന്നിട്ട് ഈ സബ്ഡെർമൽ ആയിട്ടാണ് ഇടുന്നത്. നമ്മൾ ഈ ഡിസ്റ്റൻസ് നോക്കിയിട്ട് 10 സെൻറ്റിമീറ്റർ നോക്കിയിട്ട് ഇവിടെ അത് നമ്മൾ ചെറിയൊരു ലോക്കൽ തന്നിട്ട് ഒരു ഡിവൈസ് ഉണ്ട്, ഇങ്ങനെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് നമുക്ക് 3 വർഷം വരെ ഇടാം. 3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൈഡ് എഫക്റ്റേ ഉള്ളൂ. പ്രൊജസ്ട്രോൺ മാത്രം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു സ്പോട്ടിങ് വരാം. അതുപോലെ തന്നെ ബ്രസ്റ്റിന് ഒരു ടെൻഡർനെസ്, ഒരു പെയിനും വരാം. ചിലപ്പോൾ ഒരു തലവേദന വരാം. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇത് റിമൂവ് ചെയ്യുന്ന 3 വർഷം കഴിയുമ്പോൾ അല്ലെ എപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും നമുക്കത് ജസ്റ്റ് ഡോക്ടർക്ക് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്കൽ അതിങ്ങനെ വലിച്ചെടുക്കാം. ഗുണം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഇങ്ങനെ കോപ്പർട്ടി ഒക്കെ ഇടുമ്പോൾ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. സെൽഫായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉടനെ വേണം ഒരു ഇത് റിമൂവ് കഴിഞ്ഞാൽ 1-2 മാസത്തിനകം തന്നെ അവർക്ക് ഓവുലേഷൻ വരും. അത് പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇത് പ്രൊജസ്ട്രോൺ ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള. പ്രൊജസ്ട്രോൺ സെർവിക്കൽ മ്യൂക്കസ് സ്പേം പിനിട്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂട്ടസിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടി ആ ഗർഭപാത്രത്തിന്റെ ഗളത്തിൽ അവിടെയുള്ള ഡിസ്ചാർജിനെ കട്ടിയാക്കും. മുക്കട്ട പോലെ തന്നെ കട്ടിയാക്കും. അതുപോലെ തന്നെ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടാശയ ഓവുലേഷൻ അത് പ്രിവെന്റ് ചെയ്യും. അപ്പം നമുക്കത് പ്രഗ്നൻസി 99% ആണ് പ്രൊട്ടക്ഷൻ ഉള്ളത്. ഈ ഡിവൈസിന് ഇംപ്ലാന്റോന്റെ പ്രൊട്ടക്ഷൻ 99% ഉണ്ട്. വളരെ സേഫ് ആണ്. പിന്നെ കമ്പയറിംഗ് ടു അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. ചെറിയ ബ്ലീഡിങ്, ബ്രസ്റ്റ് ടെൻഡർനെസ്, ഹെഡേക്ക്. കമ്പയറിംഗ് ടു അതർ മെത്തേഡ്സ് നമ്മൾ കോപ്പർട്ടി എടുക്കുക. കോപ്പർട്ടിയാണ് എല്ലാവർക്കും അറിയാവുന്നത്. കോപ്പർട്ടി നമ്മൾ സാധാരണ ഇരുന്ന പെർ വജൈനിലാണ്. അത് ഡിസ്കംഫർട്ടാന്ന് പറയും. ചിലർക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ അതിന് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാം. അത് തന്നെ എക്സ്പെൽ ചെയ്ത് പോകാം. അതുപോലെ തന്നെ അത് വെച്ചും പ്രഗ്നൻസി വരാം. ട്യൂബൽ പ്രഗ്നൻസി വരാം. ചിലർക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാം. ചിലർക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ട്. അങ്ങനെ കുറേ യൂട്ടസിലിപ്പോൾ എന്തെങ്കിലും പത്തോളജി ഉണ്ട്, ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് തന്നെ പുറത്തേക്ക് പോകാം. അത് വെച്ച് പ്രഗ്നൻസി കോപ്പർട്ടി ഇൻസിറ്റ്യൂ വെച്ച് അതിനെ ഡിസ്പ്ലേസ് ചെയ്താൽ അങ്ങനെ പ്രഗ്നൻസി വരാം. അങ്ങനെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. വേറൊന്നാണ് നമ്മുടെ ഓറൽ കോൺട്രസെപ്റ്റീവ്. ഓറൽ കോൺട്രസെപ്റ്റീവ് കമ്പൈൻഡ് പില്ലും ഉണ്ട്, പ്രൊജസ്ട്രോൺ ഒള്ളി പില്ലും ഉണ്ട്. കമ്പൈൻഡ് പില്ലെന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ട്. അത് നമ്മൾ പക്ഷേ 21 ഡേയ്സ് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ 100% ആണ് പ്രൊട്ടക്ഷൻ ഉള്ളത്. പക്ഷേ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ എന്ന കമ്പോണന്റ് ഉള്ള ഈ ക്ലോട്ടിംഗ് മെക്കാനിസം വന്നിട്ട് ഡിവിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. വേറെ ഒന്നെന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിന്റെ ഡോസ് മറന്നു പോകാം. ഇപ്പോൾ ഒരു ഡോസ് മറന്നു പോയാൽ, അതായത് 2 ഡോസ് മറന്നു പോയാൽ എല്ലാ ദിവസവും രാത്രി ഇത് ഓർത്തെടുക്കണം. പക്ഷേ ഇംപ്ലാന്റോട് നമ്മൾ ഒന്നും ഓർക്കേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ചിലപ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ അത് വെച്ച് പ്രഗ്നൻസി ആകാം. അപ്പം നമുക്ക് ഭയങ്കര തലവേദന, ഇനി പ്രഗ്നന്റ് ആയി ടാബ്ലറ്റ് കഴിച്ചു കുഞ്ഞിന് വല്ലതും വരുമോ എന്നുള്ളത്. അതാണ്. പക്ഷേ പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ എന്ന് പറയുന്നത് നമ്മൾ ലാക്ടേറ്റിംഗ് മദറിന് ഈസ്ട്രജൻ ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ എഫക്റ്റ് ആണ് ഇതിനും വരുന്നത്. ലാക്ടേറ്റിംഗ് മദറിനൊക്കെ സേഫ് ആണ് ഈ ഇംപ്ലാന്റോൺ ഇടുന്നത്. വേറെ ഒന്നാണ് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന മെറീന, ഇതുപോലെ തന്നെ IUD, ഈ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് തന്നെയാണ്. അതിനകത്തും പ്രൊജസ്ട്രോൺ ആണ്. അപ്പം 3 വർഷം മുതൽ 8 വർഷം വരെ മെറീനയ്ക്ക് എഫക്റ്റ് ഉണ്ട്. കോപ്പർട്ടിക്കാണെങ്കിൽ 3 വർഷം മുതൽ 10 വർഷം വരെയുള്ള ഗുണങ്ങളുണ്ട് കോപ്പർട്ടിക്ക്. പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേറെ ഒന്നാണ് കോണ്ടോ എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. കോണ്ടത്തിന്റെ പ്രത്യേകത വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, HIV അങ്ങനത്തെ ഡിസീസ്, കൊണേറിയ, VDR പോസിറ്റീവ്, അതെല്ലാം സിഫിലിസ് അതെല്ലാം പ്രിവെന്റ് ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ഇസ് എ ഗുഡ് മെത്തേഡ്. പക്ഷെ അതിനും ഫെയിലിയർ റേറ്റ് കോൺട്രാസ്റ്റിനും കൂടുതലാണ്. പിന്നെ വേറെ ഒരു മെത്തേഡാണ് നമ്മൾ പറയും ഈ റിംഗ് എന്ന് പറയും. വജീന റിംഗ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇംപ്ലാന്റോൺ പോലെ തന്നെ ഒരു ഇതുണ്ട്, പാച്ച് അറ്റാച്ച് ചെയ്യുക. ഇതൊക്കെ ആഴ്ചയിൽ മാറ്റണം. വജീന റിംഗ് ആണെങ്കിൽ നമ്മൾ മാസത്തിൽ 1 മാറ്റണം. ഇങ്ങനത്തെ ഇതെല്ലാം ടെമ്പററി മെത്തേഡ്. വേറെ ഒന്നാണ് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള 3 മാസത്തിൽ 1 കൊടുത്താൽ മതി. 3 മാസത്തിലുള്ള ഡിപ്പോ പ്രോവീറ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സേഫാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്
ബ്ലീഡിങ് വരാം. അതൊരു ഭയങ്കര അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, ശല്യമാണെന്നും പറഞ്ഞു വരും. പിന്നെ അത് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3 to 6 months വരെയൊക്കെ പ്രഗ്നൻസി ആകാതിരിക്കാം. നമ്മൾ ഓവുലേഷൻ തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇംപ്ലാന്റോൺ അതും ആ ഇതും ഇല്ല. ഇതാണ് ടെമ്പററി മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർമനന്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ചെയ്യാം ഈ പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ, ഡെലിവറി കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നത്. അത് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്തും ചെയ്യാം, കീഹോൾ സർജറി വഴിയും ചെയ്യാം, ഇന്റർവെൽ ആയിട്ട് ചെയ്യാം. ദീസ് ആർ ദ മെത്തേഡ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫാമിലി പ്ലാനിങ് മെത്തേഡ്, ഇപ്പം മാരേജ് കഴിഞ്ഞു 1, 2, 3 മാസം ആയുള്ളൂ, അപ്പോൾ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ ഞങ്ങൾ പറയും അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ല് എടുത്താൽ മതി. അത് ഷോർട്ട് കോഴ്സിനാണ് നമ്മൾ അത് കൊടുക്കുന്നത്. പക്ഷേ 3 വർഷത്തേനും ഡോക്ടറെ എനിക്കിപ്പം ഡെലിവറി കഴിഞ്ഞ് ഇനി 3 വർഷത്തിന് കുഞ്ഞ് വേണ്ട, അല്ല ഞാൻ പഠിക്കാൻ പോകും, അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ്. ചിലരുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കോപ്പർട്ടി ഇട്ട് തരാൻ പറയും. പക്ഷേ പിള്ളേരില്ലാത്തൊരു പ്രൈമിക്ക് ഞങ്ങൾ ഒരിക്കലും, പ്രൈമി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസി ആകാത്ത ഒരാൾക്ക് ഒരിക്കലും കോപ്പർട്ടി അഡ്വൈസബിൾ അല്ല. കാരണം കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ വലിയ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ട്യൂബൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് പ്രോബ്ലം. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ടാബ്ലറ്റും കഴിക്കേണ്ട ഇംപ്ലാന്റോൺ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് 3 വർഷത്തിന് കോഴ്സ് കഴിയുന്നത് നമ്മുടെ സേഫ് ആണ്. അതുകൊണ്ട് ഈ ഏത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് അവിടെ ഓരോരുത്തരുടെ ശരീരവും അവരുടെ ഇൻഡിക്കേഷനും അവരുടെ ഏജും വെച്ച് നിങ്ങളും നിങ്ങളുടെ ഡോക്ടറും കൂടിയാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ സൗകര്യങ്ങളും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എറണാകുളം മെഡിക്കൽ സെന്ററിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം.